ഇത് നമ്മുടെ കൈരളിയല്ലേ TV ചാനൽ? അതെ. ഇത് ഞാൻ വിളിച്ചതേ നമ്മുടെ പാലക്കാട് ഇലക്ഷൻ ഉണ്ടല്ലോ, അതില് നമ്മുടെ ന്യൂസിൽ എപ്പോഴും സാരിൻ എന്നത് ഹൈലൈറ്റ് ചെയ്യേണ്ട കൂടുതൽ. കാരണം നമുക്ക് വേറെ എന്തെല്ലാം പറയാനുണ്ട്. സാരിനെ എന്തിനാണ് ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്നത്? സാരിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാകുന്നത്. അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് വോട്ട് ചെയ്യിക്കുമ്പോൾ നിഷ്പക്ഷമായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് ഇത്ര സുഖിക്കുന്നതായിട്ട് തോന്നുന്നില്ല. കാരണം സാരിൻ കാലുമാറി വന്നവനാണ്. ഉറങ്ങാൻ പോയപ്പോൾ കോൺഗ്രസ്സുകാരനായിട്ട് പോയി, രാവിലെ ഉണർന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായതാണ്. അതുകൊണ്ട് സരിനെയല്ല പ്രൊമോട്ട് ചെയ്യേണ്ടത്, നമ്മുടെ ഭരണത്തെ. നിങ്ങൾ എപ്പോഴും നോക്കിയാലും ചാനലിൽ നോക്കിയാലും കുറച്ച് വലിയ സഖാക്കൾ വന്ന് സാരിൻ ആരുമല്ല, പാർട്ടിയാണ് വലുത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നിലല്ലേ ജനങ്ങൾ അണിനിരക്കുന്നത്, അല്ല സരിന് പിന്നിലാണ്. സരിൻ വരുന്നതിന് മുമ്പേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലായിരുന്നു. നമ്മളൊക്കെ കമ്മ്യൂണിസ്റ്റ് ആയ എങ്ങനെയാണ്? ഈ സരിൻ വന്നിട്ടാണ്. എപ്പോഴും നോക്കിയാൽ ഈ ചാനലിൽ നമ്മളല്ലേ ജനങ്ങളെ ഫേസ് ചെയ്യുന്നത്. സരിൻ എന്ന് പറയുന്നത് എന്താണ്? അയാൾ വാ തുറന്ന വെറും പൊട്ടത്തരം മാത്രമാണ് പറയുന്നത്. അത് കേൾക്കേണ്ട ഗതികേട് നമ്മളെപ്പോലുള്ള സഹാക്കൾക്കാണ് ഉണ്ടാകുന്നത്. അത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ കുറച്ച് പേര് ചാനലിലിരുന്നാലേ വലിയ നേതാക്കന്മാർ വന്ന് സരിൻ വന്നിട്ടാണ് കമ്മ്യൂണിസം ഉണ്ടായത്. അതാണ് കമ്മ്യൂണിസ്റ്റ്. നമുക്ക് എന്തെല്ലാം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു മത്സരിക്കാൻ പറ്റിയ, അതെല്ലാം ഒഴിവാക്കി ഇതുപോലെ ഒരു ശരിക്കും പറഞ്ഞൊരു മരപ്പൊട്ടൻ വാ തുറന്ന വിട്ടിത്വം മാത്രം പറയും. ആ വിട്ടിത്വത്തിനെ കവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ നേതാക്കന്മാർ പിന്നെ പിറകെ കിടന്ന് പാടുപെടുന്നത്. അതാണ് ഈ സരിനെ പിന്നെ ഉടനെ കമ്പയർ ചെയ്യുന്ന സന്ദീപ് വാര്യർ പോയത്. അതുമായിട്ട് അങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്. സന്ദീപ് വാര്യർ ഒരു വർഷമായിട്ട് ആ പാർട്ടിയിൽ മൗനമായിട്ട് ഇരുന്നിട്ടാണ് പോയത്. അതുപോലെയാണ് സരിൻ. അയാൾ ഒറ്റ രാത്രി കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായതാണ്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ്, നമ്മൾ പഠിച്ച കമ്മ്യൂണിസ്റ്റ്. എന്നിട്ട് നിങ്ങളുടെ ഒരു ചാനലും തുറന്നു വെച്ചിട്ട് ചാനലിൽ ഇങ്ങനെയുള്ള ഈ വിട്ടിത്വങ്ങൾ ഉണ്ടല്ലോ. നിഷ്പക്ഷമായ വോട്ടാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. നമ്മളെ ആളുകൾ ഫേസ് ചെയ്യുമ്പോൾ ആളുകൾ ചോദിക്കുന്നത് അതാണ്, ഇതാണ് കമ്മ്യൂണിസം. കുറച്ച് നേതാക്കന്മാർ വന്ന് ഇങ്ങനെ ഈ ആർഷോ പിന്നെ റഹീം ഇവരൊക്കെയാണ് നമ്മുടെ ഈ പാർട്ടി ഇല്ലാതാക്കുന്നത്. വാ തുറന്ന പൊട്ടത്തരം മാത്രം. എല്ലാവരും അടിമകളെ പോലെ ജീവിക്കണമെന്നുള്ളതാണ്. സാധാരണ ജനങ്ങളെ വോട്ട് നമുക്ക് കിട്ടിയാലല്ലേ പാർട്ടി രക്ഷപ്പെടും. അത് ചെയ്യില്ല. ഏതെങ്കിലും ഇതുപോലെയുള്ള വിഴുപ്പ് പാണ്ടത്തെ കൊണ്ടുവന്ന് നമ്മുടെ തലയിൽ വെച്ചിട്ട് പ്രവർത്തകരെല്ലാം അടിമകളായിട്ട് അങ്ങ് ജീവിക്കണം. നിങ്ങളൊരു ചാനൽ വഴി ഇങ്ങനെ കുറച്ച് സത്യങ്ങളോ അർത്ഥസത്യങ്ങളോടെ ചേർത്ത് ഇങ്ങനെ വിട്ടികളാക്കും. അത് കേട്ട് കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ അടിമകളായിട്ട് ജീവിക്കും. എന്നും എല്ലാവർക്കും അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ജനങ്ങൾ അങ്ങനെയാണ്, അടിമകളാണ്. നമ്മുടെ പാർട്ടിയുടെ അടിമകളാണ് ജനങ്ങൾ. അടിമകളായിരുന്നു നമ്മൾ പാർലമെന്റ് ഇലക്ഷൻ തോക്കുവരുന്നത് അവിടെ ഇല്ലല്ലേ? അതുകൂടെ തിരിച്ചറിയണം. അപ്പൊ ചാനൽ വഴിയെങ്കിലും മാന്യമായിട്ട് ഈ സരിനൊരു കോപ്പുമില്ല. കമ്മ്യൂണിസമാണ് വലുത്, പാർട്ടിയാണ് പ്രൊജക്ട് ചെയ്യേണ്ടത്. ഈ സരിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മന്ദബുദ്ധി, ഒരു നഴ്സറി കുട്ടികളുടെ നിലവാരം പോലും ഇല്ലാത്തവനാണ്. വാ തുറന്നാൽ നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷെ തിരിച്ച് നമ്മുടെ ഒരു സ്ഥാനാർത്ഥി നിർത്തിയിരുന്നെങ്കിൽ, പാർട്ടിയുടെ LDFന്റെ നിർത്തിയിരുന്നെങ്കിൽ തോറ്റാലും ഒരു അന്തസ്സം ഉണ്ടായിരുന്നു. ആ പാർട്ടിയുടെ ഇമേജാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരു മരപ്പൊട്ടന, സത്യം പറഞ്ഞാൽ മരപ്പൊട്ടൻ. നമുക്ക് തന്നെ നമ്മുടെ അണികൾക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കുറച്ച് നേതാക്കന്മാര്, മന്ത്രി രാജേഷും അത് ഇപ്പൊ കാലുമാറിപ്പോയി. നമ്മുടെ ബാലസഖാവല്ലേ പറഞ്ഞ അവൻ വളരെ നല്ലതാണ്, ക്രിസ്റ്റലാണ്, ഗോൾഡ് ആണെന്നൊക്കെ പറഞ്ഞു കിടന്നിട്ട് അവൻ കാലുമാറി കോൺഗ്രസിൽ പോയപ്പോൾ അവൻ അങ്ങനത്തോ ഇങ്ങനത്തോ. ഇതെല്ലാം ജനം കേൾക്കുന്നില്ലേ? ഇതെല്ലാം നമ്മളല്ലേ ഫേസ് ചെയ്യുന്നത്. നമ്മുടെ പോലുള്ള പ്രവർത്തകരല്ലേ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഇത് വല്ലോ ഈ ചാനലിലിരിക്കുന്നവന്മാരോ ഈ നേതാക്കന്മാരോ അറിയുന്നുണ്ടോ? അതൊന്നുമില്ല. കമ്മ്യൂണിസത്തെയാണ് വളർത്തേണ്ടത്, പാർട്ടിയാണ് വളർത്തേണ്ടത്. അതുപോലെ അല്ലാതെ ഇതുപോലെ വരുന്ന വിഴുപ്പ് വാണ്ടം സരിനല്ല. ആദ്യം നിങ്ങൾ അതുകൂടെ മനസ്സിലാക്കി. നമ്മുടെ ചാനൽ ചെയ്യുന്ന പരിപാടി ഇതുമാണ്, പണിയാണ്. നമ്മുടെ പാർട്ടിക്ക് പണി അറിയാണ് നിങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ നോക്കി ഏതെങ്കിലും ചാനൽ, ന്യൂസ് ചാനലിൽ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി വാദിക്കാൻ ആരായി പോകുന്ന കുറച്ച് കൂലിത്തൊഴിലാളികൾ, ഒരു റെജി ലൂക്കോസ്, ഒരു പ്രിജി, നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് പോലും പോകാൻ പറ്റുന്നില്ല. കാരണം ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളതാണ്. തിരിച്ച് മറ്റേ ഭാഗം നോക്കിയാണ് കോൺഗ്രസിന് നല്ല ചെറുപ്പക്കാർ വന്നിരുന്ന് കട്ടയ്ക്ക് നമ്മളെ തേച്ചങ്ങ് ഒട്ടിക്കുകയാണ്. അത്രയും ഗതികേട് കൊണ്ട് പറയുന്നതാണ്. നമ്മളെ പോലുള്ള സാധാരണ പ്രവർത്തകരുടെ വികാരമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ദേവി എന്ന് നിങ്ങൾ ചാനലിനാണ്ട് കാണിക്കുന്നുണ്ട്. സാരിനാണ് ഇവിടെ കമ്മ്യൂണിസം കൊണ്ടുവന്ന കേരളത്തിൽ. അത് മനസ്സിലാക്കണം. നമ്മുടെ ഭരണത്തിന്റെ നേട്ടങ്ങളാണ് നിങ്ങൾ പറയേണ്ടത്. ഒരു ചാനലും തുറന്നു വെച്ചിട്ട് ഇങ്ങനെ സാരിൻ ശരിക്കും പറഞ്ഞൊരു മരപ്പട്ടന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ഒരു ഗതികേടിലെത്തി. ഓക്കെ, ഇത് ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിലുള്ള വികാരം തന്നെ. ഇതുപോലെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അത് ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാം. ഈ സരിന് വേണ്ടി ഇങ്ങനെ ഊതിപ്പെരുക്കി നടന്ന് സാധനം കമ്മ്യൂണിസമാണ് പാലക്കാട്ട് ഇല്ലാതായത്. കുറച്ച് നേതാക്കന്മാർ, അത് ഈ റഹീമിനെ പോലുള്ള പൊട്ടന്മാരും ആർഷവും അവനെയൊക്കെ പിടിച്ചങ്ങ് AKG സെന്ററിൽ തിരുവനന്തപുരത്ത് കൊണ്ടിട്ട് വന്ന് പാർട്ടിയെ ഇല്ലാതാക്കാൻ വേണ്ടി. ഓക്കെ.